കർഷകന്റെ കടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു കർഷകനെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാമൊക്കെ ഏറെ വർഷങ്ങളായി കേട്ട് തഴമ്പിച്ചിട്ടുള്ള, കേട്ട് വളർന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. ഭാരതത്തിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു പൊതുവേദിയിൽ വെച്ച് ഭാരതത്തിന് സമ്മാനിച്ച ഒരു വലിയൊരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. അത് അതിൻ്റെ അർത്ഥതലങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു മുദ്രാവാക്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഏറെ വർഷക്കാലമായി ആർമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള, അദ്ദേഹം റിട്ടയർഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത്. ശ്രീ പ്രസന്നകുമാരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പുല്ലാട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം, തുടങ്ങാം. പ്രസന്ന സാറേ, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? കൃഷിയിലാണോ? ഇപ്പൊ എന്താ ചെയ്യുന്നേ? കപ്പ ഇട്ടു, കാച്ചില് ഇട്ടു, കാച്ചില് ചീമച്ചേമ്പിടുന്നു. അപ്പൊ ഇങ്ങോട്ടൊന്ന് വരാമോ? ഇങ്ങോട്ടൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വീഡിയോയ്ക്ക് നിൽക്കാമോ? ആയിക്കോട്ടെ. എന്താ കൃഷി? കൃഷി ഇവിടെ കപ്പ ഞങ്ങൾ നട്ടു, അത് കഴിഞ്ഞ് കാച്ചില് നട്ടു, ചീമച്ചേമ്പ് നട്ടുകൊണ്ടിരിക്കുന്നു. കണ്ണഞ്ചേമ്പുണ്ട്, ഇഞ്ചിയുണ്ട്. ഓക്കെ, 5 ഐറ്റമാണ്. പിന്നെ ഇപ്പം അന്യം നിന്ന് പോയിരിക്കുന്നതായിട്ടുള്ളതെന്നാണ് ചെറുകിഴങ്ങ് എന്ന് പറയുന്നത്. ചെറുകിഴങ്ങ്, ആ ചെറുകിഴങ്ങും നടുന്നുണ്ട്. അപ്പോൾ 5 ഐറ്റമാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം, പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ. എൻ്റെ പേര് പ്രസന്നകുമാരൻ നായർ പി. കുടവൻകുഴിയിലാണ് എൻ്റെ വീട്. വീട്ടുപേര് പുല്ലാട് ദേശത്തെ വൈഷ്ണവ് എന്നാണ് എൻ്റെ വീട്ടുപേര്. ഞാനൊരു എക്സ് സർവീസ്മാൻ ആണ്. എത്ര വർഷം സർവീസ്? ഞാൻ 37 വർഷം സർവീസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ശേഷം കൃഷിയോട് അങ്ങനെ ഒരു താല്പര്യത്തിന് കൃഷിയിലേക്ക് ഇറങ്ങി. ഓക്കെ, എത്ര വർഷം സർവീസ്? ഞാൻ 37 വർഷം സർവീസ്. 37 വർഷം. ഏത് ഫോഴ്സിലായിരുന്നു? ഞാൻ ആർമിയിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും പൊതുപ്രവർത്തനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പൊതുപ്രവർത്തകനാണ്. പിന്നെ അപ്പൊ ഇത് സ്വന്തം പുരയിടമാണോ? സ്വന്തം പുരയിടത്തില് കൃഷി ചെയ്യാണ് തന്നെയാണോ? അല്ല, എൻ്റെ കൂടെ സഹായത്തിന് ഞാൻ ഒരാളെ കൃഷിക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടാണ് ചെയ്യുന്നത്. എൻ്റെ പുരയിടത്തിൽ തന്നെ കൃഷി ചെയ്യാൻ ഒരാളോടുണ്ട്. അപ്പൊ 2 ജോലിക്കാർ നമ്മളെ സഹായിക്കാനുണ്ട്. അപ്പം നേരത്തെ കൃഷി, ജോലി ചെയ്യുന്ന സമയത്ത് കൃഷി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു? ജോലി ചെയ്യുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന എൻ്റെ അച്ഛനും അപ്പന്മാരും ഒക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അവരുടെ കൂടെ ഇറങ്ങിയിട്ട് കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേ ഒരു താല്പര്യമുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും പാവല്, പച്ചക്കറി അങ്ങനെയൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് ഓണ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കുന്നതിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ അയ്യത്തെ ഉള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ അതൊരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രസന്ന സാറിന് എത്ര മക്കളുണ്ട്? എനിക്ക് 2 ആൺമക്കളാണ്. എൻ്റെ 2 ആൺമക്കൾ എഞ്ചിനീയറാണ്. അവര് ഒരാൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു, MRFലെ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വേറൊരു മോനെ പാലക്കാട് മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 ആൺകുട്ടികൾ. പിന്നെ വൈഫ് എന്നോടൊപ്പം ഹൗസ് വൈഫ്. അപ്പൊ ഈ കൃഷിക്കൊക്കെ മാഡം ഇറങ്ങും. അന്ന് നമ്മുടെ കപ്പത്തടി കൊണ്ട് തരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കാച്ചിൽ മുറിച്ചത് ഇടാൻ വേണ്ടിയിട്ട്, ചീമച്ചേമ്പ് തടത്തിനകത്ത്, അതായത് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും കരിയില തൂത്തുകൂട്ടി തരാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിനും നമ്മളോടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യാനുസരണം എല്ലാ സമയത്തും, ഇപ്പം ചൂടൊക്കെയാണ്, ആ സമയത്ത് അവർ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയാതെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളങ്ങളും അങ്ങനെ മോരും വെള്ളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ സമയത്ത് എത്തിക്കും. അപ്പൊ ഇതെന്തൊക്കെയാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്? കൃഷി ഞാനൊരു 1800 മൂട് കപ്പ നോക്കിയിട്ടുണ്ട്. ഒരു കാച്ചിലൊരു പിന്നെ 150 മൂട്, 200ഓളം വരുന്ന കാച്ചിൽ നട്ടിട്ടുണ്ട്. 200ഓളം മൂട്. പിന്നെ ഒരു 150 മൂടോളം ചീമച്ചമുണ്ട്. ഓക്കെ, അത് ഈ പുരയിടത്തിൽ തന്നെ ഓരോ ഭാഗമായിട്ട് നട്ടിട്ടുണ്ട്. ശരി. പിന്നെ ഇനിയും ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കുന്നുണ്ട്. അതുപോലെ ചെറുകിഴങ്ങ്, പിന്നെ കണ്ണഞ്ചേമ്പ്, അതിന് ഓരോ ഭാഗമായിട്ട് അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഭാഗം ഒരുക്കി. ഇതിപ്പോ നിലവിൽ എന്താ ചെയ്തേക്കുന്നത്? നിലവിൽ ഇപ്പൊ കപ്പയിട്ടു, കാച്ചിലിട്ടു, ചീമച്ചേമ്പ് നട്ടുകൊണ്ടിരിക്കുന്നു. ചീമച്ചേമ്പ് നട്ടുകൊണ്ടിരിക്കുന്നു. കപ്പ ഏതിനമാണ്?
കപ്പ നമ്മുടെ സങ്കരവർഗ്ഗമാണ്. ബ്ലോക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ബ്ലോക്ക് കപ്പയും പിന്നെ ഒരു കറുത്ത നടന്ന് പറഞ്ഞ ആ രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു കപ്പയാണ് ഇപ്പം നമ്മളിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് കപ്പ നടുമ്പോൾ വളം ഇടുന്നുണ്ടോ? ഞാൻ കപ്പ നടുമ്പം സ്റ്റെറാമലും എല്ലുപൊടിയും ഇട്ടിട്ട് ആദ്യമായിട്ട് കുഴിക്കകത്തിട്ട് കഴിഞ്ഞ ശേഷമാണ് കപ്പ നടുന്നത്. വളമൊക്കെ കിട്ടുന്ന കട നമുക്ക് അടുത്ത് തന്നെ? ഞാൻ അടുത്ത നമ്മുടെ ഒരു ഫ്രണ്ടാണ് സുഭാഷ് എന്ന് പറയും. പുള്ളി അറിയപ്പെടുന്ന കർഷകന്റെ കടയിൽ നിന്നാണ്. ഞാൻ അവിടെ നിന്നാണ് എല്ലാ വളങ്ങളും വാങ്ങുന്നത്. അപ്പം നമുക്ക് കൃഷിയിലേക്ക് ഒന്ന് പോവാം. ആയിക്കോട്ടെ. ഞാൻ കപ്പ ഇട്ടേക്കുന്നത് ഓക്കെ. നല്ല അകലത്തിലാണ്. ഇതന്നെ ഇടയ്ക്ക് തന്നെ ഒരു പാത്തി വെട്ടിയിട്ടേക്കുന്നത്. വെള്ളം വന്നു കഴിഞ്ഞ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ അവിടുന്ന് വരുന്ന വെള്ളത്തെ അവിടുന്ന് വെള്ളം വരുന്നുണ്ടോ ഇങ്ങോട്ട്? ചില ഭൂമിയുടെ ഒഴുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടായിരിക്കും. ഒരേ നമുക്ക് കാണുമ്പം ലെവലാണെങ്കിലും വ്യത്യാസമുണ്ട്, വേരിയേഷൻ ഉണ്ട്. അപ്പം മുകളില് കിളതും താഴോട്ട് ചരുവുമായിട്ട് ശക്തമായ ഒഴുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി. അത് തന്നെയല്ല, ആ വെള്ളം ഒഴുകി പോകാതിരിക്കാൻ ഭൂമിയെ തന്നെ താഴുകയും ചെയ്യും ഈ ഒരു പാത്തിയോട് കൂടി. അപ്പോൾ ആ വെള്ളം ഒഴുകി അങ്ങ് പോകത്തില്ല. ആ ചെറിയൊരു പാത്തി വെക്കുമ്പോൾ അത് ഭൂമിയിൽ തന്നെ താഴുകയും ചെയ്യും. അങ്ങനെ മണ്ണിന്റെ ഘടന എങ്ങനെയാ? വെള്ളം ഒത്തിരി വലിച്ചെടുക്കുന്നതാണോ അതോ ഒഴുകി പോകുന്നതാണോ? മണ്ണ് വെള്ളം വലിച്ചെടുക്കുന്ന മണ്ണാണ്. എന്നാലും പൊടിമണ്ണ് ഒന്നുമല്ല, നല്ല മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്. നല്ല മണ്ണാണല്ലേ? പുല്ലാട്ട് കണ്ടത്തിന്റെ ആ മണ്ണ് തന്നെയാണ്. വേറെ ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലാടൻ കപ്പയെന്ന് പുല്ലാടൻ കപ്പ തന്നെ ഇപ്പൊ ഉണ്ടാകുന്നത്. ഈ പുല്ലാടൻ കപ്പയെന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് പുല്ലാടൻ കപ്പയ്ക്ക്. നമ്മുടെ ആത്മാവിലും മുകളിലോട്ട് വള്ളിക്കല ഭാഗം വരെയാണ് പുല്ലാടൻ കപ്പ ഉണ്ടാകുന്നത് ആ സ്ഥലം. അതിപ്പം കൃഷികളൊക്കെ കുറഞ്ഞു പോയെങ്കിലും പുല്ലാടൻ കപ്പ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് മെയിനായിട്ടുണ്ടാകുന്നത്. ലോകോത്തര ശ്രദ്ധ ആകർഷിച്ച ഒരു ഇനമാണ് പുല്ലാടൻ കപ്പ അല്ലേ? മറ്റ് പല രാജ്യങ്ങളിലും ഈ പുല്ലാടൻ കപ്പ ലഭ്യമാണ്. ഇത്രയും കപ്പ ഇട്ടിട്ടുണ്ട്. ഏകദേശം എത്ര മൂട് കാണും? ഏകദേശം 1800 മൂടോട് കപ്പ ഇടും. 1800 മൂട് അല്ലേ? ഞാനിപ്രാവശ്യം കുറച്ചു. 2400 മൂട് 600 മൂടാ കപ്പ ഇടുന്നത്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി കൃഷി ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ കപ്പ കുറച്ചിട്ട് ബാക്കിയുള്ള ചെറു കൃഷിയിലേക്ക് അങ്ങോട്ട് ആ ഭാഗത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏത്തവാഴയുണ്ട്. ഏത്തവാഴ ഇപ്പൊ ഇങ്ങനെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കൃഷികളും ഉണ്ട്. എല്ലാ കൃഷികളും. ഇത് ഏത്തവാഴയാണോ? ആ ഭാഗത്ത് ഏത്തവാഴ നട്ടേക്ക് അല്ലേ? പിന്നെ ഇത് കഴിഞ്ഞ തവണ എന്തായിരുന്നു കൃഷി? കഴിഞ്ഞ ഏത്തവാഴ ഉണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു. എല്ലാ കൃഷി ഈ പറയുന്ന 5 കൂട്ടം സംഗതികളും ഉണ്ടായിരുന്നു. എനിക്ക് കപ്പയുണ്ട്, കാച്ചിലുണ്ട്, ചീമച്ചെമ്പുണ്ട്, കണ്ണൻചെമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, ചെറുകിഴങ്ങുണ്ട്. ഇത് പന്നിശല്യം ഉണ്ടോ ഇതിനകത്ത്? പന്നിശല്യത്തിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മതിൽ കെട്ടിയിട്ടുണ്ട്. 3 സൈഡ് മതില്. ഒരു സൈഡ് നല്ല ഡീപ്പുള്ള നമ്മുടെ ഇരപ്പന്തോടെന്ന് പറയുന്ന തോടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പന്നി വരത്തില്ല. ബാക്കിയുള്ള ഭാഗം ഞാൻ നെറ്റിട്ട് കഴിഞ്ഞിട്ട് ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കൃഷിയെ മറ്റേ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതിനെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ തവണ കപ്പ, അത് ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ കപ്പ വിറ്റതിൽ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ? ഞാൻ ടോട്ടൽ എൻ്റെ കൃഷിക്ക് ഈ പുരയിടത്തിലെ കൃഷിക്ക് 49,000 രൂപ ഞാൻ കൃഷി ചെയ്തത് എനിക്ക് 1.5 ലക്ഷത്തോളം എനിക്ക് കിട്ടി. അപ്പം പോയി കഴിഞ്ഞാലും 49,000 50,000 കുട്ടിക്ക് 50,000 എനിക്ക് കൃഷിയായെങ്കിലും 1 ലക്ഷം രൂപ എനിക്ക് ഈ വളത്തിൻ്റെയും പിന്നെ ലേബറിൻ്റെ എല്ലാം കൂട്ടിയിട്ട് 50,000 രൂപ 49,490 ചില്ലുവാനം പൈസയോട് വരും. കാര്യം പൈസ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ വളവ് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ വേരിയേഷൻ വരും. അപ്പോൾ അതാ ഞാൻ 50,000 രൂപ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും എനിക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം. പിന്നെ എൻ്റെ കഷ്ടപ്പാട് കഷ്ടപ്പാടിനെ നമ്മൾ നോക്കുന്നില്ല. നമുക്കിതൊരു ജീവിതവൃത്തമായിട്ട് നമ്മൾ കൊണ്ടെടുക്കുകയാണ്. ഒരു കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ കാട് കയറി എങ്ങനെ പോകാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുരയിടത്തെ ഒന്ന് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ചിലർ പറയുന്നത് കൃഷി ചെയ്യുമ്പോൾ നഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ ചേതോവികാരം എന്താണ്? നഷ്ടമാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃഷി അതാത് രീതി ചെയ്യാത്തതുകൊണ്ടാണ്. പ്രസന്നൻ സാർ ഇറങ്ങുന്നത് പോലെ കൂടെ ആ കൃഷിയുടെ ഓണറൂടെ ഇറങ്ങുന്നതാണ് അത് നമുക്ക് അതിനകത്ത് ലാഭം. ഇപ്പം ഞാൻ അത്രയും പേരെ മുഴുവൻ കൃഷിക്കും ഞാൻ ലേബറിനെ കൊണ്ട് മാത്രം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് കൃഷി സ്വാഭാവികമായിട്ട് നഷ്ടത്തിലേ പോകത്തുള്ളൂ. അപ്പം നമ്മളോട് അതിൻ്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അത് വേണേ വളമായിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് തെങ്ങുണ്ടല്ലോ അല്ലേ? തെങ്ങുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം തെങ്ങിന്റെ കായുമെല്ലാം കുറഞ്ഞ തെങ്ങ് ഇപ്പം നമ്മൾ ഇതായിട്ട് കണക്കാക്കുന്നില്ല. ബാക്കിയുള്ള കൃഷിക്ക് വേണ്ടി മാത്രം. കൃഷിക്ക് വേണ്ടി. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കൃഷിയുണ്ടോ? എനിക്ക് ഇത് കൂടാതെ ഒരു 30 സെന്റ് സ്ഥലം എന്റെ വീടിന്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ കുറിയന്നൂരൊരു
10-18 സെന്റ് സ്ഥലമുണ്ട്. അവിടെ എല്ലാം കൃഷിയാണ്. അവിടെ ഈ ഭാഗത്ത് ഇഞ്ചിയും മഞ്ഞളുമായിട്ട് വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗവും ജാതി അങ്ങനെയുള്ള കൃഷികൾ അവിടെ വീടിനോട് ചേർന്നിട്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ എല്ലാ കൃഷികളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണിത്. ഇവിടെ എത്ര ഏരിയ ഉണ്ട്? ഇവിടെ 79 സെന്റ് ഉണ്ട്. 79 സെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് റിട്ടയർഡ് ലൈഫ് കൃഷിയിൽ ആസ്വദിച്ച് ജീവിക്കുകയാണ് അല്ലേ? ബാക്കിയുള്ള സമയത്ത് പൊതുപ്രവർത്തനം, നല്ലൊരു പൊതുപ്രവർത്തനായിട്ട് നിൽക്കുകയാണ് അല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് മറ്റ് കൃഷിയിടത്തിലേക്ക് ഒന്ന് പോയാലോ? ആയിക്കോട്ടെ, പോകാം. ഇതെന്ത് നടാനാ ചേട്ടാ? ചീമച്ചേമ്പ് അല്ലേ? ഇപ്പൊ വളമിട്ടോ? വളമിട്ടില്ല, കുഴിയെടുത്ത് തട നട്ട് അത് കഴിഞ്ഞ് സെറാമിലിട്ടാണ് വെക്കുന്നത് അല്ലേ? ചാണകപ്പൊടി, കരികില ഇതെല്ലാം ഇട്ട് വെട്ടിക്കും. ഇതപ്പം ഇതിനകത്ത് ഈ ഡോളോമേറ്റോ നീറ്റിക്കൊക്കെ വല്ലതും ഇട്ടിരുന്നോ? ഒന്നും ഇട്ടില്ല അല്ലേ? ഇതെത്ര മൂട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്? 150 മൂടോളം ചീമച്ചേമ്പ് അല്ലേ? പൊതയിടുന്നുണ്ടോ? ചാണകപ്പൊടി, ചാരം, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഉണക്കക്കരിയില. ഓ ശരി 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 ശരി. ഇവിടെ എപ്പോഴും മണ്ണിന് ജലാംശം ഉള്ള അല്ലേ? എന്നെ വിളിച്ചായിരുന്നു. സാറേ, പിന്നെ ഈ യുവതലമുറയോട് കൃഷി സംബന്ധിച്ച് ഇപ്പം വലിയ നഷ്ടമാണെന്നും യുവതലമുറയൊക്കെ കൃഷിയിൽ നിന്ന് പിന്നോട്ട് നയിക്കുന്ന പല ഘടകങ്ങൾ ഇപ്പം നമുക്ക് ഈ സമകാലീന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവരോടായിട്ട് ഈ അവസരത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഇന്ന് യുവതലമുറയ്ക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതല്ല, അവർക്ക് വേറെ രീതിയിലേക്ക് പോയിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആ സമയത്ത് കൂട്ടുകുടുംബമൊക്കെ ആയത്. കാര്യം നമ്മുടെ പ്രായമുള്ളവർ വീട്ടിൽ നിന്ന് അവരെ കുട്ടികളെ കൂടെ നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ വാമോനെ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അവരെ കൊണ്ടൊരു കപ്പ നടിപ്പിക്കും. ആ കുട്ടി എന്ത് ചെയ്യും, ആ കപ്പ നട്ട് വലുതാകുമ്പോൾ ചെയ്ത് ഞാൻ നട്ടതാണ് എന്നും പറഞ്ഞ് ആ കുട്ടിക്ക് ഒരു സന്തോഷമാണ്. ആ കപ്പ പറിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ നട്ടതാണ് എന്നുള്ളത് അവർക്കുണ്ടാകും. ഇന്ന് അങ്ങനൊന്നുമില്ല. കുട്ടിക്ക് ഇന്ന് കപ്പത്തോട്ടം ഏതാ, കപ്പ ഏതാ, അല്ലെ കാച്ചിൽ ഏതാ, ചീമച്ചേമ്പായിരുന്നു, അവർക്കൊന്നും അറിയത്തില്ല. ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെ യുഗത്തിലേക്ക് പോയേക്കാണ്. പക്ഷേ അപ്പം നമുക്ക് ആ ഒരു നമ്മൾ സ്വന്തമായിട്ടൊരു ചെറിയ ഒരു വഴുതന കുഴിച്ച് വെച്ചാലും അതിനകത്തുനിന്നൊരു കായ ഉണ്ടാക്കി കിട്ടുമ്പോൾ അതൊരു നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞിറക്കിയാൽ മതി. അന്ന് കുട്ടികൾ അങ്ങനെ ആയിരുന്നു. കാര്യം ഒരു പാവല് വളർന്ന ഒരു പച്ചക്കറി എന്തെങ്കിലും കിട്ടുക, അത് വന്നു കഴിഞ്ഞ ശേഷം ആ കുട്ടികൾ അതേണ്ട ഇത് ഞാനുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് പറിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് കാണിക്കുക, അവർക്ക് സന്തോഷമാണ്. ഇന്ന് അതിനുള്ള സമയമില്ല. കുട്ടികൾ വേറെ രീതിയിലേക്ക് പോകണം. കാര്യം ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറും. ഈ രീതിയിലേക്ക് കഴിഞ്ഞാൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൃഷിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതൊരു ഉല്ലാസമാകും, ഒരു കായിക അധ്വാനമാകും. ഇന്നത്തെ കുട്ടികളൊന്നുമില്ല. രാവിലെ 9 മണി വരെ കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ആ സമയത്തുള്ള മൊബൈൽ നോക്കുന്നു. പിന്നെ അവർക്ക് പഠിക്കാനുള്ളതായി സ്കൂളിൽ പോകുന്നു. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാ വന്നൊന്നും അറിയത്തില്ല. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പുരയിടത്തിൽ ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ശേഷം നമ്മൾ ഇറങ്ങുമായിരുന്നു. അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനോ എടുക്കാനോ ഉള്ള നമ്മൾ അതിലോട്ട് പോകുമായിരുന്നു. നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകാനുള്ള ഒരു സമയമില്ല. അതായത് വഴി തെറ്റുന്ന തലമുറയെ നമുക്ക് നേർ വഴിയിൽ കൊണ്ടുവരണമെങ്കിൽ ഈ കൃഷി പോലുള്ള അവർക്കൊരു നമ്മളിപ്പം നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
നമ്മുടെ കൈയെടുക്കലാണ് അവരെന്ത് ചെയ്യുന്നു എടുക്കുന്നുള്ള നമ്മുടെ കൂടെ തന്നെ. അപ്പം നമ്മുടെ കൂടെ തന്നെ വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ അവരെങ്ങും പോകുന്നില്ല, മറ്റൊരു ശ്രദ്ധ വരുന്നില്ല. അവർ നമ്മുടെ കൂടെ തന്നെ. നമുക്കും ചിന്തിക്കേണ്ട കാര്യമില്ല, അവരെവിടെ പോയി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കൂടെ തന്നെ വന്നു, ഞാൻ ഇന്നാരുടെ കൂടെ ആയിരുന്നു, അല്ലെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു, അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു, അല്ലെ വില്ലേജൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ വരും. അവരെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് കാര്യമില്ല. ഇന്നതല്ല 4 മണിക്ക് വന്ന് പിള്ളേർ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ഒന്നും നമുക്കറിയത്തില്ല. അവർ കൃഷി എന്താണെന്നൊന്നും അറിയത്തില്ല. ആ ഒരു വ്യത്യാസം ഇന്നിപ്പോൾ ഈ പഴയ തലമുറയിൽ ഇന്നത്തെ തലമുറയുടെ വലിയൊരു ഒരു വ്യത്യാസമായിട്ട് മാറി. വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും കർഷകന്റെ കടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ നൽകിയതിൽ ശ്രീ പ്രസന്നൻ സാറിനോട് നന്ദിയും, അതുപോലെ തന്നെ ഇത്രയും ഒരു കൃഷി ചെയ്ത പ്രസന്നൻ സാറിന് അഭിനന്ദനങ്ങളും കർഷകന്റെ കട അറിയിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സുഭാഷ്.